ബ്ലീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ നമുക്ക് ക്യാൻസർ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അത് നീഡ്സ് ഇവാലുവേഷൻ. അത് ഇവാലുവേഷൻ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് പറയാൻ പറ്റില്ല ഇത് എന്താണ് കാരണം എന്ന്. പക്ഷെ അത് കൂടുതലും അത് ഇങ്ങനെ പൈൽസോ ഫിഷറോ ഒക്കെ ആണോ അതോ? ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ്. ബ്ലീഡിങ് ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പാടില്ല. വയസ്സ് ഒന്നും കുഴപ്പമില്ല. 24 years 18 years ഇവർക്ക് എല്ലാം പോളിപ്പും ഒക്കെ ആയിട്ട് വരാറുണ്ട്. എല്ലാവരും വിചാരം പൈൽസ കുഴപ്പമില്ല. അതാണ് ഒരിക്കലും. അതുകൊണ്ട് ഓൾവേസ് ഇവാലുവേറ്റ്. ഈവൻ ചിലപ്പോൾ നമ്മൾ പലപ്പോഴും ഈ മലദ്വാരത്തിന്റെ പരിശോധന മാത്രം ചെയ്യും. പലപ്പോഴും ബ്ലീഡിംഗ് ഒക്കെ വരുന്ന സമയത്ത് മലദ്വാരത്തിന്റെ പരിശോധന മാത്രം ചെയ്യുമ്പോൾ അവിടെ പൈൽസും കാണാം, ചില ഫിഷറും കാണാം. അപ്പോൾ നമുക്കൊരു ഡയഗ്നോസ് ആയി, നമുക്കൊരു പൈൽസ് അല്ലെങ്കിൽ ഫിഷർ ഡയഗ്നോസ് ആയി. എന്നാൽ പോലും കംപ്ലീറ്റ് ദി എക്സാമിനേഷൻ. നമ്മൾ കൊളോണോസ്കോപ്പി എന്നുള്ള ബ്ലഡ് കണ്ടിട്ടുണ്ടോ? കൊളോണോസ്കോപ്പി എന്നുള്ള എക്സാമിനേഷൻ. പക്ഷേ ഈ കൊളോണോസ്കോപ്പി എന്ന് പറയുമ്പോഴേ ആളുകൾക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ട്. അയ്യോ അതൊരു ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് എന്ന് പറഞ്ഞിങ്ങനെ മാറി നിൽക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലില്ലേ സത്യത്തിൽ? പക്ഷെ അതിനിപ്പോൾ വഴിയുണ്ട്. ഇപ്പൊ നമുക്ക് പേഷ്യൻസിനെ വേണമെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് സെഡേഷൻ കൊടുത്തുകൊണ്ട് കൊളോണോസ്കോപ്പി ചെയ്യാൻ പറ്റും.